നമസ്കാരം. CPM എന്ന പാർട്ടിക്ക് പണ്ട് മുതലേ അവർ പിന്തുടർന്നു പോകുന്ന ഒരു നയമുണ്ട്. ആരെങ്കിലും കൂടുതൽ ജനകീയരാവുകയും ഒരു പരിധിവരെ അവർ പാർട്ടിക്ക് മുകളിൽ വളരുകയും ചെയ്തു എന്ന് കണ്ടാൽ പിന്നെ അവരെ വെട്ടി നിരത്തുക എന്നുള്ളത് തന്നെയാണ് പണ്ട് മുതലേ അവർ തുടർന്നു വന്നിരുന്ന ഒരു രീതി. അത് എം വി രാഘവൻ്റെ കാര്യത്തിലാണെങ്കിലും KR ഗൗരി അമ്മയുടെ കാര്യത്തിലാണെങ്കിലും ഏറ്റവും ഒടുവിൽ VSൻ്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ തന്നെ പിന്നെ അവർക്ക് കഷ്ടകാലം ആരംഭിച്ചു എന്നുള്ളതാണ് അർത്ഥം. CPMലെ നേതാക്കന്മാർ ജനകീയന്മാരാകാൻ പാടില്ല എന്നോ മറ്റോ ഇപ്പോൾ ഒരു അലിഖിത നിയമമുള്ളതായിട്ടാണ് നമുക്ക് തോന്നുന്നത്. എന്നാൽ AKG ഒക്കെ പോലെയുള്ള അല്ലെങ്കിൽ P കൃഷ്ണപിള്ളയൊക്കെ പോലെയുള്ള ഏറ്റവും ജനകീയരായിരുന്ന EMSനെ പോലെയുള്ള വളരെ ജനകീയരായ എത്രയോ ആളുകൾ ഈ CPM നേതൃത്വത്തിലുണ്ടായിരുന്നു. പക്ഷേ അവരോടൊന്നും തന്നെ കാണിക്കാത്ത ഒരു രീതിയാണ് ഇപ്പോൾ പാർട്ടി പിന്തുടരുന്നത്. ഇതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് KK ശൈലജ ടീച്ചറുടെ കാര്യം. KK ശൈലജ ടീച്ചറിനെ കഴിഞ്ഞ കോവിഡ് കാലത്തൊക്കെ ടീച്ചർ അമ്മ എന്നുള്ള പേരിട്ടാണ് പാർട്ടി ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചത്. കോവിഡുമായി ബന്ധപ്പെട്ട് പിന്നീട് ഒരുപാട് ആരോപണങ്ങളൊക്കെ അവരുടെ പേരിൽ ഉയർന്നു വന്നുവെങ്കിൽ പോലും KK ശൈലജ ടീച്ചറെ സംബന്ധിച്ചിടത്തോളം CPMൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കാൻ നാട്ടുകാർ പലപ്പോഴും നിർദ്ദേശിച്ചിരുന്ന ഒരു പേരായിരുന്നു ശൈലജ ടീച്ചർ. ഏതായാലും ശൈലജ ടീച്ചർ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും വൻ ഭൂരിപക്ഷത്തോടു കൂടിയാണ് മട്ടന്നൂരിൽ നിന്ന് വിജയിച്ചത്. ഇക്കുറി മട്ടന്നൂരിൽ ശൈലജ ടീച്ചർക്ക് സീറ്റില്ല. ഇതുമായി ബന്ധപ്പെട്ട് കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റിൽ തീരുമാനമായി കഴിഞ്ഞിരിക്കുന്നു. ശൈലജ ടീച്ചർ പേരാവൂർ പോയി മത്സരിക്കണം. പേരാവൂർ നമുക്കറിയാം കോൺഗ്രസിൻ്റെ കുത്തക സീറ്റാണ്. അവിടെ ചെന്ന് KPC പ്രസിഡൻ്റായിരിക്കുന്ന സണ്ണി ജോസഫിനെയാണ് അവർ നേടാൻ പോകുന്നത്. നേരത്തെ സണ്ണി ജോസഫ് MLA ആയിരുന്നുവെങ്കിൽ ഇക്കുറി അവർ നേടാൻ പോകുന്നത് KPCC അധ്യക്ഷനായ സണ്ണി ജോസഫിനെയാണ്. ഒട്ടും എളുപ്പമാകില്ല എന്ന് CPM നന്നായിട്ട് അറിയാം. മിക്കവാറും പരാജയപ്പെടാൻ തന്നെയാണ് സാധ്യത. 2011 ശൈലജ ടീച്ചർ അവിടെ മത്സരിച്ചിരുന്നു. സണ്ണി ജോസഫിനെതിരായിരുന്നു. അന്ന് പരാജയപ്പെട്ടിരുന്നു. അതിനൊരു പകരം വീട്ടാൻ ഇക്കുറി മത്സരിക്കാൻ ഇറങ്ങാമെന്നൊക്കെയാണ് പാർട്ടി പറയുന്നത്. പക്ഷേ ഇത് കൃത്യമായ വെട്ടിനിരപ്പാക്കൽ തന്നെയാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകര കൊണ്ടുപോയി മത്സരിപ്പിച്ചു, അവിടെ പരാജയപ്പെടുത്തി. അത് കഴിഞ്ഞ് ഈ പേരാവൂരിലും കൂടെ പരാജയം കഴിയുമ്പോഴേക്കും പിന്നെ ഇനി ടീച്ചർ ഒന്നും മത്സരിക്കേണ്ട, ഇനി സ്വസ്ഥമായി വീട്ടിലിരുന്നാൽ മതി എന്ന് പാർട്ടി പറയുന്ന ഒരു തലത്തിലേക്ക് കാര്യങ്ങൾ എത്തും എന്നുള്ളതിൻ്റെ വ്യക്തമായ സൂചനയായിട്ട് തന്നെ ഇത് കണക്കാക്കാം. തളിപ്പറമ്പ് സീറ്റിൽ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ്റെ പത്നി PK ശ്യാമളെ സ്ഥാനാർത്ഥിയാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ജയരാജന്മാരുടെ കാര്യം എന്താണെന്നുള്ള ഇപ്പോഴും ആർക്കും അറിയില്ല. ഏതായാലും P ജയരാജൻ സജീവ രാഷ്ട്രീയം തന്നെ വിട്ട് അദ്ദേഹം മറ്റ് എഴുത്ത് മാനിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പോകുന്നു എന്നൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ അനുയായികൾ പറയുന്നത്. MB ജയരാജൻ ഒരുപക്ഷെ പാർട്ടി സെക്രട്ടറി ആവാൻ ശ്രമിക്കുന്നുണ്ടായിരിക്കാം. EP-യുടെ കാര്യം നമ്മളൊന്നും അറിയുന്നതുമില്ല. മാത്രവുമല്ല കണ്ണൂരിലെ പ്രമുഖരായ പല നേതാക്കളും നേരത്തെ തന്നെ അവിടെ നിന്ന് അരങ്ങൊഴിഞ്ഞതാണ് അല്ലെങ്കിൽ ഒഴിച്ചു വിട്ടതാണ് എന്ന് തന്നെ പറയേണ്ടി വരും. ഏതായാലും ഇതിലെ ഒരു നല്ല കാര്യം MV നികേഷ് കുമാറിന് അവരെ ഏതായാലും സീറ്റ് നൽകിയില്ല എന്നുള്ളതാണ്. കാരണം പാർട്ടിയെ PR നടത്തി ഏതാണ്ട് ഒരു പരുവത്തിലാക്കിയ MV നികേഷ് കുമാറിനെ മത്സരിക്കേണ്ടതില്ല എന്നുള്ള കാര്യത്തിൽ കണ്ണൂരിലെ നേതൃത്വം എല്ലാവരും ഒറ്റക്കെട്ടായി അതിനെ അനുകൂലിച്ചു എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ ശൈലജ ടീച്ചർ മറ്റു പലർക്കും അനുവദിച്ച 2 ടൈം എന്തുകൊണ്ട് തനിക്ക് അനുവദിച്ചില്ല എന്നുള്ള ചോദ്യം അവിടെ ഉയർത്തി എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ 5 തവണ ശൈലജ ടീച്ചർ മത്സരിച്ചിട്ടുണ്ട് എന്ന വാദം ചൂണ്ടിക്കാട്ടിയാണ് മറുഭാഗം നേരിട്ടതെന്ന് പറയുന്നു. മാത്രവുമല്ല പേരാവൂർ പോലെയുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു മണ്ഡലത്തിൽ, അത് KPC പ്രസിഡന്റ് മത്സരിക്കുന്ന മണ്ഡലത്തിൽ ഒരു ശക്തയായ എതിരാളി തന്നെയാണ് ശൈലജ ടീച്ചറെന്നും ശൈലജ ടീച്ചറിന് വിജയം കൈവരിക്കാനാകുമെന്നൊക്കെ പാർട്ടി നേതാക്കൾ പറഞ്ഞു എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ നമുക്കറിയാം ഈ പാർട്ടിയിൽ സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളൊക്കെ തന്നെ. ആരെങ്കിലും ഒരാളിനെ ഒതുക്കണം എന്നവർക്ക് ആഗ്രഹം വന്നാൽ അല്ലെങ്കിൽ അതിനുള്ള താല്പര്യം വന്നു കഴിഞ്ഞാൽ പിന്നെ എല്ലാ പണിയും ആ പറഞ്ഞ നേതാവിൻ്റെ തലയിലേക്കായിരിക്കും വയ്ക്കുക എന്നുള്ളത് ഉറപ്പാണ്. അവരെ ഒടുവിൽ അങ്ങേയറ്റം അപമാനിച്ച് പുറത്താക്കുന്ന അല്ലെങ്കിൽ അപമാനിച്ച് ഒന്നുമല്ലാതാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകും. എത്രയോ നേതാക്കന്മാരുടെ ഉദാഹരണം നമ്മുടെ മുന്നിൽ ഇപ്പോഴും നിൽക്കുന്നുണ്ട്. പുത്തലത്ത് നാരായണനെയൊക്കെ പോലെയുള്ള ഒരു കാലത്ത് വലിയ നേതാക്കന്മാരായിരുന്ന എത്ര പേർ, അവരൊന്നും പേര് പറയുകയാണെങ്കിൽ അത് നീണ്ട പട്ടികയായി പോകുന്നതുകൊണ്ട് ഇവിടെ അത് വിസ്തരിക്കുന്നില്ലെന്ന് മാത്രം. ഏതായാലും ശൈലജ ടീച്ചറിൻ്റെ കാര്യത്തിൽ വെടക്കാക്കി തനിക്കാക്കുക എന്നുള്ള ഒരു സിദ്ധാന്തം ഇപ്പോൾ CPM പലപ്പോഴും നടപ്പിലാക്കാറുള്ളത് തന്നെയാണ്. ഇക്കുറി അവർ അത് വളരെ ഫലപ്രദമായ രീതിയിൽ തന്നെ നടപ്പാക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായി ഇത് മാറുകയാണ്. ഒപ്പം ജയരാജന്മാരെ ഒതുക്കുക. കണ്ണൂരിൽ ഒരുപക്ഷെ ഒരു പുതിയ ടീം ഉണ്ടായി വരാൻ വേണ്ടി ആരൊക്കെ അതൊക്കെ ചെയ്യുന്നത്. പക്ഷേ കണ്ണൂരിലെ KK രാഗേഷ് പോലെയൊക്കെയുള്ള അത്ര താഴെത്തട്ടിലുള്ള ജനബന്ധമില്ലാത്ത നേതാക്കന്മാരെ ഒരുപക്ഷെ ഉയർത്തിക്കാട്ടാനായിരിക്കാം ഈ ജനകീയ മുഖമുള്ള ആളുകളെയൊക്കെ തന്നെ ഇപ്പോൾ വെട്ടിത്തിരപ്പാക്കാൻ വേണ്ടി ഇവർ ഇറങ്ങി പുറപ്പെട്ടിട്ടുള്ളത് എന്ന് വേണം കരുതാൻ. CPMലെ പുതിയ തലമുറയിലെ നേതാക്കന്മാർ ചിരിക്കാൻ പാടില്ല എന്ന് പറയുന്നത് എല്ലാവരും ഇങ്ങനെ ബലം പിടിച്ച് മസിൽ പിടിച്ച് ഇങ്ങനെ നടക്കുന്ന ഒരു പ്രകൃതമാണ് ഇപ്പോൾ പലർക്കും സ്വീകാര്യമെന്ന് പാർട്ടി നേതൃത്വത്തിന് തോന്നിയതുകൊണ്ട് കൂടി ആയിരിക്കാം ശൈലജ ടീച്ചറിനെ പോലെ എല്ലാവരോടും സൗമ്യമായി ഇടപെടുന്ന ഏൽപ്പിച്ച വകുപ്പ് അന്നും വളരെ ഭംഗിയായി തന്നെ കൈകാര്യം ചെയ്യുകയും കോവിഡ് പോലുള്ള ഒരു വലിയ മഹാമാരി വന്നപ്പോൾ അതിനെ നേരിടുകയൊക്കെ ചെയ്ത ഒരാളെന്നുള്ള നിലയിൽ ശൈലജ ടീച്ചറിന് അന്ന് നല്ലൊരു പേരുണ്ടായിരുന്നു. ഇത് ഒരുപക്ഷെ തനിക്ക് ഭാവിയിൽ ഭീഷണിയായി മാറാൻ സാധ്യതയുണ്ടെന്ന് പിണറായി വിജയൻ അന്നേ മനസ്സിലാക്കിയിരുന്നിരിക്കാം. MV രാഘവന് സംഭവിച്ചത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. MV രാഘവനും ഒരുപാട് നേതാക്കൾക്ക് ഭീഷണിയായി മാറാം എന്നുള്ള ആ കണ്ടെത്തലിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പിന്നീട് അദ്ദേഹത്തെയും
വെട്ടിനിരപ്പാക്കാനുള്ള ശ്രമങ്ങൾ അന്ന് ആരംഭിച്ചത്. ഏതായാലും വടകര കഴിഞ്ഞു, ഇനി അടുത്ത് പേരാവൂർ. ഈ പേരാവൂരും കൂടെ കഴിയുന്നത് കൂടി ടീച്ചറമ്മയുടെ കാര്യത്തിൽ തീരുമാനം എടുക്കാൻ തന്നെയാണ് CPM ഇപ്പോൾ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത് എന്ന് തന്നെയാണ് കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റിൻ്റെ ഈ സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കിയത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.